തികഞ്ഞ ലക്ഷ്യബോധത്തോടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന വ്യത്യസ്തമായ വേറിട്ടൊരു സാംസ്കാരിക സംഘടനയാണ് വേക്കപ്പ് കൾച്ചറൽ ഫോറം. സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചിരുന്നതും പ്രവർത്തിച്ചു വരുന്നതുമായ കലാകാരന്മാരെയും കലാകാരികളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ഒപ്പം അവരെ ആദരിക്കപ്പെടുകയും ചെയ്യുന്നു. എത്രയെത്ര കലാകാരന്മാരെയാണ് നാം അറിയാതെ പോകുന്നത്. അവഗണിക്കപ്പെടുന്നവരുടെ മികവുറ്റ സംഭാവനകളും മികച്ച പ്രകടനങ്ങളുമൊക്കെ കൊണ്ട് കലാരംഗത്തെ ധന്യമാക്കിയ അവർ ആരും അറിയാതെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു തീർക്കുന്നു. ചിലരൊക്കെ നമ്മെ വിട്ട് കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോവുകയും ചെയ്തു. ഈ പരമമായ യാഥാർത്ഥ്യം പൂർണ്ണമായും ഉൾക്കൊള്ളുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു വേക്കപ്പ് കൾച്ചറൽ ഫോറം. കാലത്തിന്റെ ജൈത്രയാത്രയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 മുതിർന്ന ആദ്യകാല ചലച്ചിത്ര ഗായികമാരെ ആദരിക്കുകയാണ് വേക്കപ്പ് കൾച്ചറൽ ഫോറം. അതോടൊപ്പം സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന വേക്കപ്പ് കൾച്ചറൽ ഫോറത്തിന്റെ ഉദ്ഘാടനം. കേരള സർക്കാരിന്റെ സാംസ്കാരിക കേന്ദ്രമായ ഭാരതഭവനും വേക്കപ്പ് കൾച്ചറൽ ഫോറവും ചേർന്ന് കാലത്തിന്റെ ജൈത്രയാത്രയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 മുതിർന്ന ആദ്യകാല ചലച്ചിത്ര ഗായികമാരായ ശ്രീമതി CS രാധാദേവി, ശ്രീമതി പത്മിനി വാര്യർ, ശ്രീമതി ലളിത തമ്പി എന്നിവരെ ആദരിക്കുകയാണ്. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കനന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കുറെ ആൾക്കാരെ കണ്ടെത്തി അവരെ അംഗീകരിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തുടങ്ങിയ ഒരു സംഘടനയാണ്. ഇന്ന് ഈ ചടങ്ങ് അധ്യക്ഷത വഹിക്കുന്നത് മലയാള സാഹിത്യ രംഗത്തെ നിരൂപണ രംഗത്തെ പ്രശസ്തനായ ശ്രീ TP ശാസ്ത്രമംഗലം സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഇന്ന് ഈ വേദി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മലയാളികളുടെ പ്രിയങ്കരനായ ഡെപ്യൂട്ടി സ്പീക്കർ, നടനും എഴുത്തുകാരനുമായ ശ്രീ ചിറ്റയം ഗോപകുമാർ സാറാണ്. ഭൂവിൽ നിന്നും അനുരാഗം തുടങ്ങിയ ഗാനം കമുറക പുരുഷോത്തനുമായി ചേർന്നുകൊണ്ടാണ് ആലപിച്ചത്. അതിനുശേഷം ഹരിചന്ദ്ര, പാടാത വൈകിളി, സ്നാപക യോഗനൻ, മറിയക്കുട്ടി, രണ്ടിടങ്ങി തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ആലപിച്ചു. 1984 രാധാദേവിക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡും അതേ വർഷം തന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തുകാരാണ്. മഞ്ചൂർ മേട വീട്ടിൽ ശിവശങ്കരപിള്ളയുടെയും ചെല്ലമ്മയുടെയും മകളാണ്. അടുത്തായി അമ്മയെ ഞങ്ങൾ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി ലളിത തമ്പി. 1955 കാലം മാറുന്നു എന്ന ചിത്രത്തിലൂടെ അമ്പിളി മുത്തച്ഛൻ എന്ന പ്രശസ്തമായ ഗാനം പാടിക്കൊണ്ടാണ് ലളിത തമ്പി ഈ ഗാനത്തിലേക്ക് വന്നത്. പക്ഷെ അതിനു മുമ്പ് ലളിത തമ്പി 2 ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. പ്രത്യാശ, കെടാവളക്ക് എന്ന ചിത്രം. ആ 2 ചിത്രങ്ങളും പുറത്തിറങ്ങിയിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം നടത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പുതിയൊരു കൂട്ടായ്മയാണ്. ഇതിന്റെ ലോഗോ റിലീസ് ചെയ്തത് പ്രിയപ്പെട്ട ഏറെ ബഹുമാനപ്പെട്ട കലാകാരൻ സൂര്യ കൃഷ്ണമൂർത്തി സാറാണ് ലോഗോ റിലീസ് ചെയ്തത്. ഞങ്ങൾ ആദരിച്ച ചില വ്യക്തികളെ കുറിച്ച് പറയാം. വളരെ നേരത്തോടെ നാടകഗാനം ആലപിച്ചിട്ടുള്ള പാഞ്ചല്ലൂർ ഷാഹുൽ സാറ്, അതുപോലെ തന്നെ ഭാരതഭവൻ മെമ്പർ സെക്രട്ടറി നാടക ചലച്ചിത്ര സംവിധാനമായിട്ടുള്ള ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാർ, ഗാന നിരൂപകനും ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ തരത്തിലും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന പ്രിയപ്പെട്ട TP ശാസ്ത്രമംഗലം സാർ,
ഗാനരചിതാവും സംവിധാനമായ ശ്രീ ഉമാനന്ദ നമ്പി സാർ, സൂര്യകൃഷ്ണമൂർത്തി സാർ, അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന് ഉടവാൾ എഴുതുന്ന കൊട്ടാരത്തിലെ അകത്തെ വിചാരിപ്പ് കെ രാമനാഥൻ അയ്യരെ കർമ്മ ശ്രേഷ്ഠ പുരസ്കാരം നൽകി വേക്കപ്പ് കൾച്ചർ ഫോറം ആദരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മാധ്യമ പ്രവർത്തകർ വേക്കപ്പ് കൾച്ചർ ഫോറത്തിന്റെ സെക്രട്ടറിയുമായ രമേശ് ബിജു ചാറ്റയുടെ പിതാവിന്റെയും മാതാവിന്റെയും ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ വഞ്ചൂർ പോർ ഫണ്ട് അമ്മ വീട്ടിലെ അമ്മമാർക്ക് പ്രഭാത ഭക്ഷണം നൽകി വേക്കപ്പ് കൾച്ചർ ഫോറം അങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സൗണ്ട് ബീച്ചിലെ ടെന്നീസിനെ ആദരിച്ച ഒരു ചടങ്ങും ഇതോടൊപ്പം ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ പൊതുപരിപാടി എന്ന് നേരത്തെ സൂചിപ്പിച്ചു. എന്തായിരുന്നാലും വളരെ ചുരുങ്ങിയ വാചകങ്ങളിലാണ് പ്രവർത്തനത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ത്രയംബകം എന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നടത്താൻ ഏറെ പ്രിയപ്പെട്ട നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റൈ ഗോപാൽ സാറിനെ വളരെ സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രമുഖരായിട്ടുള്ള, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത സംഗീത പ്രതിഭകളെ ആദരിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിൽ അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് കലാരംഗത്ത് സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെ ആദരിച്ച് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വേക്കപ്പ് കൾച്ചറൽ ഫോറം അമ്മയ്ക്ക് വേണ്ടി മകൻ ആദരവ് ഏറ്റുവാങ്ങുകയാണ്. പരിചയപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ അവരെ ആദരിക്കുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഒരു പക്ഷേ അത് ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംരംഭം നമ്മുടെ ഈ തലസ്ഥാന നഗരിൽ നടക്കുന്നു. കലാരംഗത്ത്, സാഹിത്യ രംഗത്ത് ഒക്കെ ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ളവരാണ് അവർ. നമുക്ക് മുന്നേ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ അത്യാധുനിക സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായി ഇന്ന ഒരു സാഹചര്യത്തിൽ സംഗീതത്തെ ജനഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ പ്രവർത്തിച്ചവരാണ് അവരെല്ലാം തന്നെ. സംഗീതത്തിൽ മാത്രമല്ല, പല തരത്തിൽ പ്രതിഭകളായിട്ടുള്ളവരെയാണ് നമ്മളിവിടെ ആദരിച്ചത്. അതെല്ലാം തന്നെ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും നമുക്ക് നമ്മുടെ നാടിനെ മാറ്റിമറിക്കുന്നതിൽ കലാരംഗത്തും സാഹിത്യരംഗത്തും ഒരുപാട് സംഭാവന ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ മുന്നേ വന്നിട്ടുള്ളവർ. കലാകാരന്മാരെയും കവികളെയും സാഹിത്യകാരന്മാരെയും ഗായകരെയും സമൂഹത്തിൽ വ്യത്യസ്തത പുലർത്തുന്ന പ്രതിഭകളെയും ജനസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും അവരെ ആദരിക്കാനും വേണ്ടിയുള്ള പരിശ്രമം നടത്തിയ വേക്കപ്പ് കൾച്ചറൽ ഫോറത്തെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എത്തിയ അവരെല്ലാം പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അനുമോദനങ്ങൾ അറിയിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് നിങ്ങളെല്ലാം അനുമതിയോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.